ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ആയിഷ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാൻ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. ഇത് കുറച്ച് ദിവസം മുമ്പുള്ള ഒരു വീഡിയോ ആണ്. എൻ്റെ കാക്കൻ്റെ മോൻ്റെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു കേട്ടോ. അന്ന് നമ്മൾ ഉച്ചക്കനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ റഹ്മത്തുണ്ടല്ലോ കാലിക്കറ്റിലെ, അവിടുന്ന് നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത് ബീഫ് ബിരിയാണിയേനു. പിന്നെ എൻ്റെ നാത്തൂന് ബീഫ് കഴിക്കില്ല, അതുകൊണ്ട് അവർക്ക് ഫ്രൈഡ് ചിക്കൻ ബിരിയാണിയേനു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മളത് കഴിച്ച് നല്ല ടേസ്റ്റ് ആട്ടോ അവിടുത്തെ ബിരിയാണി. എന്ത് ടേസ്റ്റാണെന്നറിയാം. ഓഫ്, അതിലേക്കും ഇപ്പോൾ തന്നെ വായിൽ വെള്ളം വേണം കേട്ടോ. അങ്ങനെ അവിടുന്ന് ബിരിയാണി ഓർഡർ ചെയ്ത് കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് കഴിഞ്ഞ് നമ്മൾ ഹണി കേക്കിലേനു മോൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ചെയ്യാൻ വിചാരിച്ചിട്ടുള്ളത്. ഓൾറെഡി ബുക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പെർ ഹവറിലേക്ക് 800 റുപ്പീസ് അതിന് പറഞ്ഞിട്ടുള്ളത്. ഫുഡ് കഴിച്ചിട്ട് വേണം അങ്ങോട്ട് പോകാൻ. അതുകൊണ്ട് അന്ന് ദിവസം എൻ്റെ അമ്മച്ചിക്ക് യാതൊരു വിധ പണി നമ്മൾ കൊടുത്തില്ല. സാധാരണ വീട്ടിൽ ബർത്ത്ഡേ ഒക്കെ വരുമ്പോൾ ഭയങ്കര പാത്രം കേൾക്കലും തൊടിക്കലും അടിക്കലും ഒക്കെ അല്ലേ, അത് നമ്മൾ ജസ്റ്റ് സ്കൂട്ടായതാണ് കേട്ടോ. ഇതാണ് എൻ്റെ മുതലാളി. അങ്ങനെ നമ്മൾ ഹണി കേക്കിലെത്തി. അപ്പോൾ ഒരു പറഞ്ഞാൽ അവിടെ വേറൊരു ബർത്ത്ഡേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ബർത്ത്ഡേ അല്ല, എന്തോ ഒരു പാർട്ടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അതൊന്ന് ക്ലീൻ ചെയ്ത് തരാൻ നമ്മൾ വെയിറ്റ് ചെയ്യാണ്. നമ്മൾ പോയി. ഇതാണ് കേട്ടോ ഓരോ പാർട്ടി ഹാള്. നല്ലപോലെ ഡെക്കറേറ്റൊക്കെ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. AC ഓൺ ചെയ്ത് തന്നിട്ടാണ്. കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല രസത്തിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കണ്ടപ്പോൾ കൊള്ളാലോ, 800 റുപ്യക്കുള്ള മുതലുണ്ടെന്നൊക്കെ നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇക്കാക്കും നാത്തൂനും കൂടി ഓർഡർ ചെയ്ത കേക്ക് വന്നിട്ട് റഫേലോ കേക്ക് ആയിരുന്നു. അതിൻ്റെ മുകളിൽ റൈറ്റിംഗ് ഫോണ്ടൻ്റോണ്ട് ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്ന് ഓർമ്മയില്ല, അങ്ങനെ എന്തോ പറഞ്ഞൊരു ഓർമ്മ ഉണ്ട്. പക്ഷെ നമുക്ക് തന്ന സമയത്ത് കേക്ക് നമ്മളെ ഘനാഷ് വെച്ചിട്ട് ജസ്റ്റ് ബേബീൻ്റെ പേര് ഐസിൻ എന്നേനും ആ പേര് മാത്രം ഒന്ന് മെൻഷൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ എന്താക്കി, ആ ഒരു വീഡിയോസൊക്കെ നല്ല എടുത്ത ശേഷം ഇതാണ് കുട്ടീൻ്റെ അപ്പ, എൻ്റെ കാക്കാണ് കേട്ടോ. ഞാൻ നമ്മളെ ഫാമിലി. ഇതിൻ്റെ മോളാണ് കിൻസുബി. ബേബീൻ്റെ ആ ഒരു ഡ്രസ്സിനനുസരിച്ച് നമ്മൾ ഡ്രസ്സൊക്കെ രണ്ട് സ്റ്റൈലാക്കി സ്റ്റേറ്റസൊക്കെ ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ആങ്ങളാണ്. എൻ്റെ വീഡിയോ കണ്ട് ചിലർക്കെങ്കിലും അറിയായിരിക്കും ഇതിൻ്റെ വ്യാപ്ല. അങ്ങനെ നമ്മൾ ഒരു കേക്ക് കൊണ്ടുവന്ന് കാക്ക അതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ക്യാൻഡിൽസൊക്കെ വെച്ച് റെഡിയാക്കുകയാണ് കേട്ടോ. അപ്പം പിന്നെ കുട്ടികളാകുമ്പോൾ അങ്ങനെ തന്നെയാണല്ലോ, കുറച്ച് കഴിഞ്ഞാൽ ഒരു സ്വഭാവം മാറും. അങ്ങനത്തെ ഡ്രസ്സും പിന്നെ ഈ ലൈറ്റിൻ്റെ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ലൈറ്റിൻ്റെ ഭയങ്കര ചൂടും കാര്യങ്ങളും. അപ്പോൾ അവനെ കുറച്ച് സോപ്പിട്ടാണ് നമ്മളെന്താണ് ഈ ഒരു കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി ഫസ്റ്റത്തെ ബർത്ത്ഡേ ആയിട്ട് ആളെ അങ്ങനെ സോപ്പിട്ട് കൊണ്ടുവന്ന് കേക്ക് കട്ട് ചെയ്യുന്ന സമയത്തിന് ആളൊന്ന് കരഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഒരു AC ഓൺ ചെയ്തെന്ന് തന്നെയുള്ളൂ കേട്ടോ. ഒടുക്കമത്തെ ചൂടേനു. അമ്മക്ക് തന്നെ ഭയങ്കര ചിലപ്പോൾ കുട്ടീൻ്റെ അവസ്ഥ പറയണ്ടല്ലോ. അപ്പോൾ അവന് ചെറുതായിട്ടൊന്ന് കഴിഞ്ഞെങ്കിൽ പിന്നെ നമ്മൾ പാട്ടിട്ടിട്ടും കോപ്രായം കാണിച്ചിട്ടൊക്കെ അവന് സോപ്പിട്ടിട്ടുണ്ടായിരുന്നു. അൽഹംദുലില്ലാ മാഷാഅല്ലാ അടിപൊളിയായിട്ട് തന്നെ ബർത്ത്ഡേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ഹണി കേക്കിൻ്റെ സർവീസിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് തീരെ ഇഷ്ടമായിട്ടില്ല ഇവരൊരു സർവീസ്. കാരണം ഒന്നാമത് ഭയങ്കര ചൂട്, രണ്ടാമത് കേക്ക് രസമേ ഇല്ല. ഇനി ഹണി കേക്ക് മാത്രമാണോ രസമുള്ളതെന്ന് അറിയില്ല. ഈ ഒരു റഫേലൊക്കെ തീരെ രസമില്ല. ഇതിനേക്കാൾ രസത്തിൽ ഞാൻ ഉണ്ടാക്കുമെന്ന് എനിക്ക് തോന്നിപ്പോയിട്ടോ. ടോപ്പാക്കിയതൊന്നുമല്ല, കാര്യം പറഞ്ഞതാണ്. അത്ര രസമില്ലേനു, എന്തോ ഒരു കേക്കേനു. അപ്പോൾ ഇവരുടെ സർവീസും തീരെ ഇഷ്ടമായിട്ടില്ല. കാരണം നമ്മൾ കേക്ക് ഓർഡർ കൊടുത്തത് ഇവർക്ക് ഓർമ്മയില്ല, പാർട്ടി ഹാൾ ബുക്ക് ചെയ്തവർക്ക് ഓർമ്മയില്ല. ഇതെൻ്റെ എപ്പച്ചാട്ടോ, ആൾ അടിപൊളി വൈബാണ്. അങ്ങനെ പിന്നെ എന്തിനു പറഞ്ഞുകൊണ്ടിരുന്നതാ, ഹണി കേക്കിൻ്റെ കുറ്റമല്ലേ, വളരെ മോശമായിരുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഒരു അഭിപ്രായം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഒപ്പീനിയൻ ഉണ്ടെന്നതിന് കമൻറ്റ് ബിലോ കേട്ടോ. മാക്സിമം വീഡിയോ ഷെയർ ചെയ്തോളൂ, ഓലെ അറിയട്ടെ എന്ത് ചൂടുള്ള സ്ഥലമാണ്. കുട്ടികളെ നമുക്ക് കേക്ക് കട്ട് ചെയ്യാൻ കഴിയുമോ? എനിക്ക് തീരെ ഇഷ്ടമായിട്ടില്ലേനു. പിന്നെന്താ, ബർത്ത്ഡേ റാഹത്തായിട്ട് കഴിഞ്ഞു. പിന്നെ ഞാനും കൂടി ബേബിൻ്റെ അമ്മായി ആയതുകൊണ്ട് കേക്ക് കൊടുത്ത് അവസാനിപ്പിച്ചു.